Good morning. Good morning, ma'am. 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 Good morning, all. Good morning, ma'am. Oh, prayer ആരാണ്? ഞാനാണ് മാം സംഗീത. പറഞ്ഞോട്ടാണ്. Good morning, ma'am, and good morning, my dear friends. ആദിത്യ കിരണങ്ങൾ വിടരുന്ന ഭൂമിയിൽ അകതാരിൽ നിറയുന്ന ചൈതന്യമേ, ആദിയിലെ വചനാമൃതധാരയിൽ അറിയുന്നു ഞാൻ നിന്റെ മഹിമയെന്നും. കൃഷ്ണനും ക്രിസ്തുവുമെല്ലാം ആ നിസ്തുല സ്നേഹ പാഠങ്ങളല്ലോ. മാതാപിതാ ഗുരുദേവ സങ്കൽപ്പങ്ങൾ മായാതെ എന്നിൽ പുലർത്തേണമേ. ആദിത്യ കിരണങ്ങൾ വിടരുന്ന ഭൂമിയിൽ അകതാരിൽ നിറയുന്ന ചൈതന്യമേ, ആദിയിലെ വചനാമൃതധാരയിൽ അറിയുന്നു ഞാൻ നിന്റെ മഹിമയെന്നും. താങ്ക് യു മാം. ഞാനാണ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സൈനിന് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഒന്ന് പറയാം. ഞാൻ മരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മൃഗങ്ങൾ വസിക്കുന്ന കാടുകളിൽ മനുഷ്യർ കുടിയേറി പാർക്കുന്നതിനാൽ മൃഗങ്ങൾ അവരുടെ വീടുകളിൽ കയറി ആക്രമിക്കുന്നു. എന്നിട്ട് ന്യൂസിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയും മൃഗങ്ങൾ അവരെ ഉപദ്രവിച്ചു എന്ന് പറയും. മൃഗങ്ങൾ പക്ഷികളെ നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. പിന്നെ മരങ്ങളെ നശിപ്പിക്കാതിരിക്കുക. കഴിയുന്നത്ര പുതിയ തൈകളൊക്കെ പിടിപ്പിക്കുക. എങ്കിലേ നമുക്ക് ശേഷം വരുന്ന സന്തതികൾക്ക് അത് നല്ലൊരു പ്രകൃതി ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം മാം, വെൽക്കം ഫ്രണ്ട്സ്. ഇന്നത്തെ നല്ലൊരു ദിവസത്തിലേക്ക്, നല്ലൊരു ക്ലാസ്സിലേക്ക് മാമിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. സൈൻ ഇൻ ബൈ ജ്യോതി. താങ്ക് യു. Thank you. Thought of the day? ഞാൻ പറയാം മാം. പറഞ്ഞോളാം. Everything is easy when you are busy, but nothing is easy when you are lazy. സ്വാമി വിവേകാനന്ദ. Thank you. Thank you. നമ്മള് പുതിയൊരു ചാപ്റ്ററിലേക്ക് മൂവ് ആവാം കേട്ടോ. ഓക്കെ, ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യർക്ക് മാത്രമുള്ള ഒരു എബിലിറ്റിയാണ് എന്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെ? ഞാൻ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ലാംഗ്വേജിലൂടെയാണ്. എനിക്ക് ഓറലായിട്ടാണ് ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇതെല്ലാം പോസിബിൾ ആകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ലാംഗ്വേജ് ഉള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തികളിലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ജനിക്കുമ്പോൾ കുട്ടികളിൽ എന്തില്ല? ലാംഗ്വേജ് ഇല്ല. പിന്നീടാണ് അവർ കടന്നു വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവർ കേട്ട് ഓരോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ആണ് അവർക്ക് ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിലേക്ക് വരുന്നത്. ഫസ്റ്റ് അവർക്ക് എന്തില്ല? ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അവര് ഓരോന്നും ഓരോ ആക്ഷനിലൂടെയും അതേപോലെ ഓരോ സൗണ്ടുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ലാംഗ്വേജിലേക്ക് വരുന്നത്. ഫസ്റ്റ് സൗണ്ടുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? സൗണ്ടുകളിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ലാംഗ്വേജിലേക്ക് വരുന്നത്. ലാംഗ്വേജ് ആണ് ഹ്യൂമൻ ബീങ്സിനെയും മറ്റ് അനിമൽസിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മീഡിയം ഉണ്ട് നമുക്ക്, അല്ലെ? സ്പോക്കൺ ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇല്ലാതെ ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ. ഇപ്പൊ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. കോമൺലി യൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ്. നമുക്ക് അത് റിട്ടേൺ ചെയ്യാനും റീഡ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ്, നമുക്ക് ഏതാണ് നമ്മുടെ മദർ ടങ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ലാംഗ്വേജ് ആണ് മലയാളം, അല്ലെ? നമ്മൾ മറ്റേത് ഭാഷയിലും എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ല വ്യക്തമായിട്ട് നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ?
നമുക്ക് അങ്ങനെയാണ് ഒരു ടോപ്പിക്ക് നമ്മളോട് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞാൽ കുറച്ച് പറഞ്ഞ് അങ്ങോട്ട് സെറ്റാക്കും. പക്ഷെ എന്നാലും നമ്മളുടെ ഇംഗ്ലീഷിൽ അല്ലാതെ ഓൺ വേർഡ്സിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ഫുൾ കോൺഫിഡൻസോട് കൂടി നമ്മൾ പറയും. കാരണം എന്താണ്, നമ്മുടെ ലാംഗ്വേജ് ആണ്. നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ ലാംഗ്വേജ് ആണ്. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെയാണ് ലാംഗ്വേജ്, നമ്മൾ കുട്ടികളിൽ ആദ്യം സൗണ്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഗുഡ് മോർണിംഗ് ജോളി. നമ്മൾ ആദ്യം എങ്ങനെയാണ് സൗണ്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോക്കിൽ നിന്ന് വരുന്ന സൗണ്ടുകളാണ്. ഒരു സൗണ്ട് ആയിരിക്കും കുട്ടികളിൽ. ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ കൈ ഇട്ടിട്ട് കാണിക്കുമ്പോൾ ചെറിയ ചെറിയ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വരുന്നത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ചാപ്റ്ററുടെ പേര്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മളിവിടെ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. സോ move to the chapter, Unit 5, Language Development. Language, which is the ability to communicate using spoken words. നമ്മൾ സ്പോക്കൺ, നമ്മൾ സംസാരിക്കുന്ന വേർഡ്സ് യൂസ് ചെയ്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് ലാംഗ്വേജ്. നമ്മുടെ ഒഫീഷ്യൽ, നമ്മളുടെ ലാംഗ്വേജ് ഏതാണ്? മദർ ടങ് ഏതാണ്? നമ്മളുടെ മദർ ടങ് മലയാളം. ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? ഹിന്ദി. നമുക്ക് അറിയണമെന്നില്ല. കാരണം എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്പെഷ്യാലിറ്റി ആണ്, നമുക്ക് എത്ര ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട് ഇല്ലേ? മലയാളത്തിൽ തന്നെ ഒത്തിരി ഡിഫറൻസ് ഇല്ലേ? എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്നത്, ഞങ്ങൾ എറണാകുളംകാർ സംസാരിക്കുന്ന വേറൊരു ലാംഗ്വേജ് ആണ്, വേറൊരു ടൈപ്പ് ലാംഗ്വേജ് ആണ്. പിന്നെ എന്റെ സൗണ്ടില് ചിലപ്പോ തൃശ്ശൂരിന്റെ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂര് ആ ഒരു ഭാഗത്തെ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് എനിക്ക് വരാറുണ്ട്. കാരണം എന്റെ അമ്മയുടെ വീടൊക്കെ അവിടെയാണ്. സോ ഞാൻ അവിടെയാണ് കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്തത്. ആ ലാംഗ്വേജ് ശരിക്കും സ്ലാങ് വേറെയാ, ആ ഒരു വ്യത്യാസമുണ്ട്. ഒരു കവിത പാടുന്ന പോലത്തെ സ്ലാങ് ആണ് അവിടുത്തെ സംസാരത്തിന്. ഞാൻ അവിടെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് ആ സ്ലാങ് എന്റെ വായിലുണ്ടാവും. പിന്നെ നമ്മൾ കോമൺലി സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ എറണാകുളം ലാംഗ്വേജിലേക്ക് വരും. പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വേറെ ലാംഗ്വേജ്, മലയാളം തന്നെയാണ് പക്ഷെ ഡിഫറെന്റ് ലാംഗ്വേജസിലാണ് അവർ സ്പീക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ കേരളത്തിൽ തന്നെ ഒത്തിരി ലാംഗ്വേജസ്, കൊങ്ങിണി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അങ്ങനെ അവരുടേതായ ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ കൺട്രിയിലുള്ള എന്താ പറയുക, നമ്മള് ഒരു എന്താ പറയുക ഡൈവേഴ്സിറ്റിയിൽ വരുന്ന തന്നെ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അല്ലെ? തമിഴ്, മലയാളം, അതേപോലെ തന്നെ എന്താ പറയാ ഹിന്ദി, ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ടുള്ളവരുണ്ട്. മദർ ടങ് ആയിട്ട് ലാംഗ്വേജ് ഉള്ള സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയില്. പിന്നെ അത് ഏത് സംസ്ഥാനമാണ് ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ടുള്ളത്? നോളജ് ഉണ്ട്. അവരെയാണ് നാഗാലാൻഡിലെ ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. സോ അവർക്ക് നല്ല നോളജ് ആണ് ആ ഒരു ലാംഗ്വേജില്. ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്നുണ്ട്, കാശ്മീരി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഗുജറാത്തി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, മറാഠി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പഞ്ചാബീസ് അവർ ആ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ ഓരോ ആൾക്കാർക്കും അവരുടെ പറയുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തുണ്ട് ലാംഗ്വേജ് ഉണ്ട്. ഈ കുട്ടികൾ ജനിക്കുമ്പോൾ മലയാളിയായിട്ടോ മറാഠിയായിട്ടോ അല്ലെങ്കിൽ ഹിന്ദി അറിയുന്ന കുട്ടികളായിട്ടോ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്? അല്ല. അവർ ജനിക്കുമ്പോൾ അവർക്ക് ലാംഗ്വേജ് ഇല്ല. അവർ വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് അവർ അക്വയർ ചെയ്യുന്ന നോളജ് ആണ്, അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതാണ് ലാംഗ്വേജ്. എനിക്ക് ആദ്യം മലയാളം മാത്രം അറിയുള്ളായിരുന്നു, ചെറുപ്പത്തിലൊക്കെ മലയാളം അറിയായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് വീട്ടില് എന്താ പറയാ, പിന്നെ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇതിൽ കൂടെ വന്നു, ഞാൻ പഠിച്ചു തുടങ്ങി. ദെൻ നമ്മൾ സിനിമയൊക്കെ കാണുന്നതിലൂടെ തമിഴ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഞാൻ പഠിച്ചു. അതേപോലെ തന്നെ ഹിന്ദി ഞാൻ പഠിച്ചിട്ട് അല്ല, എന്ത് ചെയ്യുന്നത്, നമ്മൾ ലെക്ചർ നോട്ടായിട്ട് പഠിച്ചതൊന്നല്ല, ഹിന്ദിയും സീരിയലും സിനിമയൊക്കെ കണ്ട് തന്നെ പഠിച്ചൊരു ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷും സെയിം. നമ്മൾ ഈ PDF റീഡ് ചെയ്ത് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് റീഡ് ചെയ്തോ അങ്ങനെ ക്രിയേറ്റ് ചെയ്തേക്കാളും ഞാൻ ഒരുപാട് ഫിലിംസ് അങ്ങനെ കണ്ട് നമ്മൾ അവരുടെ സ്ലാങ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഒരു ലാംഗ്വേജ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കണം, സ്ഥിരമായിട്ട് കേൾക്കുക. സിനിമയൊക്കെ കാണാം, ഇംഗ്ലീഷ് ഫിലിംസ് കൂടുതൽ കാണാം, കൂടുതൽ റീഡ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ആ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന് എന്തില്ല, ആ ലാംഗ്വേജ് അവനില്ല.
നമ്മളൊരു കുട്ടി വളരുന്നതിലൂടെയാണ്, വളരുന്ന ഒരു ഈ സ്റ്റേജസിലൂടെയാണ് ഒരു ലാംഗ്വേജിലേക്ക് വരുന്നത്. ഇപ്പം നോക്കാം. ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ്. വേർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമുക്ക് ലാംഗ്വേജ് ഉള്ളത്. ഡിസ്റ്റിങ്വിഷ് ഹ്യൂമൻ ബീങ്സ് ഫ്രം ദ അതർ എലിമെന്റ്സ്. മനുഷ്യരെ മറ്റ് എലിമെന്റ്സ് നിന്ന് വേർതിരിക്കുന്നത് എന്താണ്? നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്താ പറയാ, ഈ ഭൂമിയിൽ നിലനിന്ന് പോകുന്നത്. കുട്ടികളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ്? ക്രൈയിങ് ആണ്. ജനിച്ച ഉടനെ എല്ലാവരും ചോദിക്കുക കരഞ്ഞോ കരഞ്ഞോ എന്ന് ചോദിക്കൂലേ? കുട്ടി ജനിച്ച ഉടനെ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ്? കരഞ്ഞോ എന്ന് ചോദിക്കാറുണ്ട്. അത് ലൈൻസ് പ്രോപ്പർ ആകാനും അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് ആ ക്രൈയിങ് എന്ന് പറയുന്നത്. ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കി അവരെ തോക്കുന്നത് ഒരു പ്രത്യേക സൗണ്ട് ഒക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്താണ് അവർ കരയുന്നത്, അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനിച്ച ഉടനെ കരയുന്നത് ലൈൻസ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കറക്റ്റ് ആണ്. പക്ഷെ അത് കരയുമ്പോ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഒരു പ്രത്യേക സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അവിടെ കേട്ടോ. കൂളിംഗ് സൗണ്ട് ആണ്. ദ ചൈൽഡ് പ്രൊഡ്യൂസ് സൗണ്ട് ഫ്രം ഹിസ് തോട്ട്. അവർ തോട്ടിൽ നിന്നൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു പ്രത്യേക സൗണ്ട്, ഒരു 1.25 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ അതിങ്ങനെ കളിക്കുമ്പോൾ ഒരു സൗണ്ട്, പ്രത്യേക സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ബാബ്ലിംഗ് ആണ്. ദ ചൈൽഡ് കമ്പൈൻ എ വവൽ ഓർ consonant sound and repeat continuously. ഇതൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. എന്റെ മോള് സംസാരിച്ചു തുടങ്ങിയ സമയത്ത് അവള് ചാച്ച പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ചാ, എന്താണ് ചാ പറയുന്നത്? അപ്പൊ തുടങ്ങാണ് ഒരു 7 8 മാസമൊക്കെ ആയിട്ട് ചാ പറയുന്നു. സാധാരണ ചാ പറയല്ലേ, ചാ പറഞ്ഞോട്ടെ, ചാ 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 പറഞ്ഞ് ലാസ്റ്റ് അവള് പറഞ്ഞത് അച്ചാന്നാണ്. ഞാനാ ഇത്രയും നാളെ നോക്കി അവൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ അവളുടെ വായത് ആദ്യമായിട്ട് അമ്മേന്ന് വിളി കേൾക്കുമെന്ന് വിചാരിച്ചിരുന്ന് എനിക്ക് കിട്ടിയത് എന്താണ്? അച്ചാന്ന്. അപ്പൊ ഞാൻ ആ ചാന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയില്ല അച്ചാന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ചാ പറഞ്ഞ് ഓരോ കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ചാ പറഞ്ഞ് അച്ചാന്നായി. ഞാൻ എത്ര പ്രാവശ്യം ട്രെയിൻ ചെയ്തു എന്നറിയാമോ അമ്മ പറയാനായിട്ട്? അമ്മ പറയൂല, എന്ത് കാരണവശാലും അമ്മ പറയൂല. ആദ്യം അച്ചാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ചാച്ചാന്ന് പറഞ്ഞു, അച്ചാന്ന് പറഞ്ഞു, അമ്മമ്മ പിന്നെന്താ പറഞ്ഞ മേമേന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു 1.25 വയസ്സെങ്ങാണ്ടായപ്പോഴാണ് അമ്മ എന്ന് പറഞ്ഞത്. 1 വയസ്സ് കഴിഞ്ഞ അവർക്ക് സംസാരം, ബാക്കി എല്ലാ കാര്യങ്ങളും ഓരോ വേർഡ് വെച്ച് സംസാരിച്ചു തുടങ്ങി. ഒരു വേർഡ് വെച്ച് സംസാരിച്ചു തുടങ്ങി. 1.25 അല്ല, എത്ര വയസ്സാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 2 വയസ്സിനോട് 1.25 കഴിഞ്ഞു, നടന്നൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും അവസാനമാണ് അമ്മ എന്ന് പറയുന്ന വേർഡ് പറഞ്ഞത്. അപ്പം ആദ്യം അമ്മി എന്ന് പറഞ്ഞു, പിന്നെ അമ്മ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു കമ്പൈൻ ചെയ്തിട്ട് ഒരു വവലും ആ ഒരു സൗണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ആദ്യം അവർ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് വന്നിട്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഒരു വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത്. എന്റെ എക്സ്പീരിയൻസിലാണ് ഈ ചാന്നാണ് പറഞ്ഞത്. ച ച ച പിന്നെ അച്ചാന്നായിരിക്കും. അപ്പൊ then first meaningful word generally relating to the primary caretaker. അപ്പൊ ഇതാ പറഞ്ഞ മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ് പറയായിരുന്നു. ഓക്കെ, മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ് എന്താണ്? ആ പ്രൈമറി ആയിട്ട് അവർ കെയർ ചെയ്യുന്ന ആളായിരുന്നു വിളിക്കുന്നത്. മേ ബി പപ്പ അല്ലെങ്കിൽ മമ്മ, ആ ഒരു മീനിങ്ങിൽ മാപ്പ അങ്ങനെ വിളിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു മാന്ന് വിളിക്കും, നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ, മൂത്ത കുട്ടിയാണ്, അപ്പൊ ആദ്യം നമ്മളുടെ പേര് വിളിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ആണ് നമ്മുടെ പേരൊന്നും വിളിച്ചില്ല. അല്ലെങ്കിൽ നമ്മള് അമ്മാന്ന് വിളിക്കാൻ നമ്മൾ കേൾക്കണതൊക്കെ ആഗ്രഹിക്കില്ല. പ്രൈമറി കെയർടേക്കറിന് എന്നല്ല, അവർ കൂടുതലായിട്ട് എന്താ പറയാ, കൂടുതലായിട്ട് എന്താ പറയാ മിങ്കിൾ ചെയ്യുന്ന ആളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പേര് വിളിക്കുന്നത്. കാരണം നമ്മളുടെ ലാംഗ്വേജിൽ നിന്നായിരിക്കും അച്ഛ വന്നല്ലോ, അച്ഛ വന്നോലോ, അച്ഛ വന്ന കുഞ്ഞിനെ എടുക്കോലോ എന്നൊക്കെ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? ആ വേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ ആ ഒരു വേർഡ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നത് മേ ബി. അപ്പോ സാധാരണ ഒരു മീനിങ്ഫുൾ വേർഡ് പ്രൈമറി കെയർടേക്കറിനെ ഏറ്റവും വിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചാന്നുള്ള വേർഡ് മാറിയിട്ട് അച്ചാന്നായിരുന്നു ആദ്യത്തെ വേർഡ് സംസാരിച്ചത്. എന്റെ മോളുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. അവർ ആദ്യം ഒരു വേർഡാണ്, ഏത് അക്ഷരമാണ് പറഞ്ഞത്,
അത് കഴിഞ്ഞ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡിലേക്ക് എപ്പോഴാണ് എത്തിയത് എന്ന് ആലോചിക്കാം. ഇനി സിംഗിൾ വേർഡ് സെന്റൻസ് ബോൾ, ഇപ്പൊ ചിലപ്പോ അത് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു സിംഗിൾ സെന്റൻസ് ആയിരിക്കും പറയുന്നത്, സിംഗിൾ വേർഡ് ആയിരിക്കും പറയുന്നത്, ഒരു സെന്റൻസിന് പകരം ഒരു സിംഗിൾ വേർഡ് ആയിരിക്കും പറയുന്നത്. ബോൾ എന്ന് പറഞ്ഞാൽ അവര് ബോൾ വേണം, അതിന് ബോള് കണ്ടു, അല്ലെങ്കിൽ ബോള് എന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള മീനിങ് ഒക്കെ എന്തിൽ വരും, ബോൾ എന്ന് പറയുമ്പോ ആ ഒരു സെന്റൻസ് അവൻ എന്ത് ചെയ്തിട്ടില്ല, സെന്റൻസ് ആയിട്ട് അവർക്ക് പറയാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ബോൾ എന്നാ പറയാം. അപ്പൊ ബോൾ വേണം എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുമ്പോ എന്താ പറയാ, നമ്മള് വല്ല വണ്ടിനെയൊക്കെ കാണുമ്പോ എന്തെങ്കിലും എലി അല്ലെങ്കിൽ പല്ലി, ഞാൻ പറയാം എന്റെ മോൻ പല്ലിനെ കാണുമ്പോ അബി എന്നാ പറയുന്നത്, അബിനെ കണ്ടാല് അബി എന്ന് പറയും, അബി അടുത്തേക്ക് വന്നത് കണ്ടാല് അബി എന്ന് പറയും. അപ്പൊ ആ ഒരു വേർഡ് ഫുൾ മീനിങ് എന്താണ്, അബിനെ കണ്ടു എന്ന മീനിങ്. ഈ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനപ്പോ ബോൾ വേണം, ബോൾ ചിലപ്പോ അവന്റെ കയ്യിൽ ഇല്ലെങ്കിൽ അവൻ ആ ബോൾ വേണം എന്ന് ഡിമാൻഡ് ചെയ്യണമായിരിക്കും, ഐ വാണ്ട് ദ ബോൾ. അല്ലെങ്കിൽ ഞാൻ ആ ബോൾ കണ്ടു, നമ്മളെ കടയിലൊക്കെ പോണ വഴിക്ക് ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവൻ ആ ബോൾ കണ്ടു, മാറ്റിക്കൊണ്ട് പോകണം, അല്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ അവൻ ആ കടയിൽ നിന്ന് പോകുള്ളൂ. മേ ബി അവന്റെ കയ്യിൽ നിന്ന് ബോൾ പോകുന്ന ശ്രമിച്ചപ്പോ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ പോയി എന്നുള്ള മീനിങ് ആണ്. ആ ഒരു സിംഗിൾ വേർഡിലൂടെ ആയിരിക്കും ആദ്യം കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നോക്കാം, സിംഗിൾ വേർഡ് സെന്റൻസ് ബോൾ ക്യാൻ മീൻസ് ഐ സീ എ ബോൾ. ഒരു ബോൾ എന്ന് പറയുമ്പോൾ മേ ബി അത് എന്താവാം, ഞാനൊരു ബോൾ കണ്ടു, ഐ വാണ്ട് ദ ബോൾ, ആ ബോൾ എനിക്ക് വേണം, മൈ ബോൾ ഫെൽ ഡൗൺ, എന്റെ ബോൾ എന്റെ കയ്യിൽ പോയി, താഴെ വീണ് പോയി എന്നുള്ള മീനിങ് ഒക്കെ ഈ കുഞ്ഞി കുട്ടികൾക്ക് തോന്നുന്നു 1.25 വയസ്സ് അല്ല 1.5 വയസ്സൊക്കെ കഴിയുമ്പോ 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ബോൾ എന്നുള്ള ഒരു കറക്റ്റ് പറഞ്ഞു തുടങ്ങും. 2 വയസ്സാവണ്ട, 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ബോൾ ഒറ്റ വേർഡൊക്കെ പറയാനായിട്ട് തുടങ്ങും. നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, ഓരോ സ്റ്റേറ്റ്സിൽ എന്തെല്ലാം സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. ഡിഫറെന്റ് ആണ്, ഓരോ കുട്ടികളിലും ഡിഫറൻസ് ഉണ്ടാവും. ഇനി സ്റ്റേജ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച്, അത് കഴിഞ്ഞിട്ട് അവർ ഈ 2 വേർഡുകൾ കൂട്ടി സംസാരിക്കാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നത് 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും 2 വേർഡൊക്കെ കമ്പൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 1.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും, 1.25 വയസ്സിനോടൊക്കെ അടുക്കുമ്പോൾ 2 വേർഡൊക്കെ കൂട്ടി എന്ത് ചെയ്യും സംസാരിക്കാൻ തുടങ്ങും. ബോൾ വേണം എന്നാണെങ്കിൽ വൺ ബോൾ, ബോൾ വേണം, ബോൾ വേണം, ബോൾ കണ്ടു, ബോൾ വേണം, അങ്ങനെ പറയാൻ തുടങ്ങും. വൺ ബോൾ, സി ബോൾ, അങ്ങനെയൊക്കെ. അപ്പൊ ഒരു 18 months ഒക്കെ ആവുമ്പോഴേക്കും അവർ 2 വേർഡ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സെന്റൻസ് പറയാൻ പറ്റില്ല, അവര് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ സിമ്പിൾ, ഇനി ഒരു 2 വയസ്സിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കുട്ടികൾ സെന്റൻസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. സിമ്പിൾ സെന്റൻസ്, ഐ വാണ്ട് എ ബോൾ, എനിക്ക് ആ ബോൾ വേണം. 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 3 വയസ്സ് 4 വയസ്സ് ആകുമ്പോഴേക്കും നമ്മളെ ചീത്ത പറയാൻ തുടങ്ങും, വഴക്ക് പറയാൻ തുടങ്ങും. നമ്മളോട് ഇങ്ങോട്ട് പറയും. ആദ്യം നമ്മൾ അവള് കുട്ടി സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോ പിന്നെ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ടോണിലായിരിക്കും നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നത്. നമ്മളോട് പറഞ്ഞില്ല എനിക്ക് ആ ബോൾ വേണമെന്ന്, എനിക്ക് വേണം എന്ന് പറയും. എന്നുവെച്ചാല് ആദ്യം ബോൾ എന്നായിരിക്കും ആ ബോളിനെ കുറിച്ച് വേണമെന്ന് പറയുമ്പോ, ദെൻ വാണ്ട് ബോൾ എന്നായിരിക്കും പറയുന്നത്, എന്താണ് ഐ വാണ്ട് ബോൾ എന്നായിരിക്കും പറയുന്നത്. 2 വയസ്സിലേക്ക് ആ ബോൾ വേണം. പിന്നെ അവൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും, എനിക്ക് ആ ബോൾ വേണം എന്നല്ലേ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ, എക്സ്പീരിയൻസ് ആണ് പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ലാംഗ്വേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്, ക്രൈയിങ് ആണ്, കരച്ച് ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. കൂളിംഗ് സൗണ്ട് ആണ്, അവര് തോക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ട് ആണ്. പിന്നെ സൗണ്ട്, ഒരു ബബലും ആ ഒരു സൗണ്ട് കൂടി പ്രൊഡ്യൂസ് ചെയ്ത് ബബ്ലിംഗ് എന്നാ പറയാറ്, അതിനെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. കുട്ടികളുടെ ഡിഫറൻസ് ഉണ്ടാവുക. ചില കുട്ടികൾ ഞാൻ പറയാം, എന്റെ മോളുടെ കേസിലാണ് ചായാണ് പറഞ്ഞത്, ചിലതിൽ പറയാറുണ്ട്. ഒരു അക്ഷരമായിരിക്കും, നമ്മൾ ഏത് അക്ഷരമാണ് കുട്ടി സംസാരിച്ച് തുടങ്ങിയത് എന്ന് ശ്രദ്ധിക്കാം. ദെൻ അത് കഴിഞ്ഞ് അവർ ഫസ്റ്റ് നമ്മൾ കെയർ ടേക്കറിന് എന്ത് ചെയ്യും, കെയർ ടേക്കറിനെ ആയിരിക്കും ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. മിക്കവാറും പെൺകുട്ടികളാണെങ്കിൽ അച്ഛ അല്ലെങ്കിൽ പപ്പ, അച്ഛ അങ്ങനെയൊക്കെ ആയിരിക്കും. ആൺകുട്ടികളാണെങ്കിൽ മാത്രം ഒരു ചാൻസ് ഉള്ളൂ അമ്മ എന്ന് വിളിക്കാനായിട്ട്. പിന്നെ സിംഗിൾ വേർഡ് സെന്റൻസ് ആണെങ്കിൽ ഒരു ബോൾ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോൾ വേണം, അവരൊരു ബോൾ കണ്ടു, അവരുടെ ബോൾ പോയി. അല്ല, പാപ്പം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ പാപ്പം വേണം, ഫുഡ് വേണം, ഫുഡ് മതി, അപ്പം മതി, അല്ലെങ്കിൽ അങ്ങനെ ഓരോ മീനിങ് ആയിരിക്കും. അത് വേണം, അവര് കണ്ടു എന്നുള്ള മീനിങ് ആയിരിക്കും. ചോക്ലേറ്റിനാണെങ്കിൽ
അവർ പറയുമല്ലോ ഒരു ലാംഗ്വേജ് ഉണ്ടാവും, ആ ലാംഗ്വേജിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ ഒരു 18 months ഒക്കെ ആകുമ്പോഴേക്കും രണ്ട് വേർഡുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. ചില ബോൾ വേണം, മിഠായി വേണം, ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. പിന്നെ അത് കറക്റ്റ് ആയിട്ട് സെന്റൻസ് ഫോം ചെയ്യും. ഐ വാണ്ട് എ ബോൾ, എനിക്ക് ആ ബോൾ വേണം, എനിക്ക് ആ ബോൾ വേണമെന്നല്ലേ പറഞ്ഞേ. ഓക്കെ, അങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോ സ്റ്റേജസിലൂടെ വരുന്നത്. ലേണിംഗ് എനി ലാംഗ്വേജ് സൗണ്ട് കേട്ട പറയും ഓക്കേടാ. നമ്മളെ ഇപ്പൊ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് സംസാരിക്കും. അധികം മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത വീട്ടിലാണ് അല്ലെങ്കിൽ സംസാരിക്കാത്ത ടൈപ്പ് ആൾക്കാരാണെങ്കിൽ, സിംഗിൾ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അച്ഛനും അമ്മയും കുട്ടിയും മാത്രം ഉള്ളെങ്കിൽ അധികം പെട്ടെന്ന് സംസാരിക്കുന്ന കുട്ടികൾ. പക്ഷെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ലാംഗ്വേജ് സംസാരിക്കുന്നത്. എന്റെ മോളുടെ കേസിലാണെങ്കിൽ അവൾ കുറച്ച് സ്ലോ ആയിട്ടാണ് ലാംഗ്വേജ് പഠിച്ചത്. കാരണം അവളായിരുന്നു ആദ്യത്തെ കുട്ടി. ഇളയാളുടെ കേസിലാണെങ്കിൽ അവൻ സംസാരിച്ചു തുടങ്ങി. കാരണം അവന്റെ ഇപ്പോഴായിരുന്നു അവൾ അധികം അത്രയും സംസാരിക്കില്ലായിരുന്നു. അവൻ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവന് ഒരു ടൈം വേണമെങ്കിൽ വേണ്ട, ഇല്ല, വേണ്ട അങ്ങനെയൊക്കെ പറയും. ചില അവളെക്കാളും കുറച്ചും കൂടി പെട്ടെന്നാണ് ഇളയ കുട്ടികളുടെ ആ ഒരു ലാംഗ്വേജ്. കാരണം എന്താണ്, മൂത്ത കുട്ടികളുണ്ട് അവരോട് എപ്പോഴും സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാം. സോ അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് വരുന്നത്. Okay. Learning any language indicates acquiring for skills. നമ്മളൊരു ലാംഗ്വേജ് ലേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ 4 സ്കിൽസ് ആണ് അക്വയർ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് മലയാളം എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, പറയാൻ അറിയാം, കേൾക്കാൻ മനസ്സിലാകും. എനിക്ക് ഇംഗ്ലീഷ് റീഡ് ചെയ്യാൻ അറിയാം, റൈറ്റ് ചെയ്യാൻ അറിയാം, പറയാൻ അറിയാം, ലിസൺ ചെയ്താൽ മനസ്സിലാകും. ഹിന്ദി എനിക്ക് ഇതേപോലെ തന്നെ റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് അറിയാം. ദെൻ തമിഴ് എനിക്ക് കേട്ടാൽ മനസ്സിലാകും, സംസാരിക്കാൻ പറ്റും. റീഡ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ, എഴുതാൻ അറിഞ്ഞൂടാ. അതേപോലെ നമുക്ക് ലാംഗ്വേജുകൾ ഉണ്ടാകും. ചില ലാംഗ്വേജസ് നമുക്ക് കേട്ടാൽ മനസ്സിലാകും, തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ എഴുതാനും വായിക്കണം. നമ്മൾ ഒഫീഷ്യലി ആ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എബിലിറ്റി കൂടി കിട്ടും. നമ്മളിപ്പോ ഒരു ലാംഗ്വേജ് നമുക്ക് അറിയാം എന്നും മനസ്സിലാക്കുന്നുണ്ട്. ലേണിംഗ് ഒരു ലാംഗ്വേജ് പഠിക്കാന്ന് പറയുന്നത് ഈ 4 ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്, നമുക്കത് കേട്ടാൽ മനസ്സിലാകണം, നമുക്കത് തിരിച്ചു പറയാനായിട്ട് പറ്റണം, അത് റീഡ് ചെയ്യാൻ പറ്റണം, അത് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഒരു ലാംഗ്വേജ് അറിയാം എന്നുള്ളതിൽ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ ലാംഗ്വേജ് അറിയാം, ഈ 4 കാര്യങ്ങളുള്ള ഏതൊക്കെ ലാംഗ്വേജ് നമുക്കറിയാം. ഇത് ഓൺലി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി മാത്രമേ അറിയുള്ളൂ കേട്ടോ, ഈ 4 കാര്യങ്ങളുള്ളത്. ബാക്കി ഞാൻ പറഞ്ഞ ലാംഗ്വേജിലൊക്കെ റീഡിങ്, റൈറ്റിംഗ് ഒന്നും എനിക്ക് അറിഞ്ഞൂടെ, കേട്ടാൽ മനസ്സിലാവും, പറയാനും പറ്റും, തമിഴൊക്കെ തിരിച്ചും പറയാൻ പറ്റും. അല്ലാതെ അറിഞ്ഞൂടാ, എഴുതാനും അറിഞ്ഞൂടാ. കാരണം നമ്മൾ ആ ഒരു ലാംഗ്വേജ് പഠിച്ചില്ല. അറബിക്ക് അറിയാം, നിങ്ങൾ അറിയാൻ പറ്റും, നിങ്ങൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. പറഞ്ഞോടാ, അറബി ചോദിച്ചതാ മിസ്സേ. അറബി. ഓക്കെ. അപ്പോ ആ ലാംഗ്വേജ് പഠിക്കാന്ന് പറഞ്ഞാൽ അത് എഴുതാനും വായിക്കാനും പറയാനും കേട്ടാ മനസ്സിലാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 3-year-old ഹാഡ് എ വൊക്കാബുലറി ഓഫ് 900 വേർഡ്സ്. 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ, വൊക്കാബുലറി എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ നിഘണ്ടുവിലുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടി പറയാൻ അറിയുന്നത് 900 വേർഡ്സ് ആയിരിക്കും. By the time he is 6 years old, the child has spoken a vocabulary of almost 12,000 to 14,000 words. അവരുടെ 6 വയസ്സാകുമ്പോഴേക്കും അവരുടെ വൊക്കാബുലറി കുറച്ചും കൂടി ഇംപ്രൂവ് ആണ്, 12,000 to 14,000 വേർഡ്സിലേക്ക് വരാണ്. സോ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾ 3 years old കുട്ടികളായിരിക്കും കിട്ടുന്നത്. സോ ഇവരിൽ ഈ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം.
വേർഡ്സ് അവരെ ഓൾമോസ്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഞാനിപ്പോ അനിമൽസിന്റെയും അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെ പ്ലാന്റ്സ് ഉള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന്റെ ഒക്കെ ഫോട്ടോസ് പറഞ്ഞു. അപ്പൊ അവര് ആ ഫോട്ടോ കാണുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ സ്പീക്കൺ ചെയ്യണം, അതെങ്ങനെ സ്പോക്കൺ ചെയ്യണം എന്നുള്ളതും അവരെന്ത് ചെയ്യാണ് പറഞ്ഞ് ശീലിക്കുക. സോ നമുക്ക് നോക്കാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ് 4 skills: listening, speaking, speaking, reading, and writing. At this stage, the child should be introduced to games and activities that should improve his listening and speaking skill at the time. അപ്പൊ കുട്ടികൾ 3 വയസ്സുള്ള കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ഗെയിമും ആക്ടിവിറ്റീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ അവർക്ക് സ്പീക്കറിങ്ങും അതേപോലെ തന്നെ ലിസണിങ് സ്കില്ലൊക്കെ കൂടും. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നോക്കി. ഫസ്റ്റ് പറയുന്നത് ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിസണിങ് ടു സ്റ്റോറി, കഥകൾ പറഞ്ഞു കൊടുക്കാം. എന്ന് വെച്ചാല് പര്യായങ്ങൾ പറഞ്ഞു കൊടുക്കാം, റൈംസ് പറഞ്ഞു കൊടുക്കാം. ലിസണിങ് ടു റെക്കോർഡഡ് മ്യൂസിക്സ്, മെഡിറ്റേഷൻ, ഗെയിംസ് സച്ച് ആസ് ചീസ് വിസ്പർ. എന്ന് വെച്ചാലേ ചീസ് വിസ്പർ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാൾ കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ഫുൾ സെന്റൻസ് നമ്മൾ ഒരാളുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അയാളത് അടുത്ത ആളുടെ ചെവിയിലേക്ക് അത്രയും കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് ആളുടെ ഇതിലേക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തു വരുമ്പോ ഒരാള് ഫസ്റ്റ് ആള് പറഞ്ഞ ഫുൾ ലൈൻ ചിലപ്പോ ഏറ്റവും അവസാനത്തെ ആള് പറയണമെന്നില്ല. നമ്മൾ നേരെ നിന്നൊക്കെ ചെയ്തൊരു ടൈപ്സ് ഓഫ് ഗെയിം ആണ്. അതൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഈ സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സ്റ്റാർ മാജിക്കിലൊക്കെ കാണലുണ്ട് അങ്ങനെ ഗെയിം. അങ്ങനെ കാണുന്നുണ്ടല്ലേ? ഓക്കെ, ആ ഗെയിം ഉണ്ട്. പിന്നെ ഇപ്പൊ കുറെ ആൾക്കാര് കുറെ നാൾക്ക് മുമ്പൊക്കെ റീലൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ സൈമൺ സേസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇപ്പൊ ഡാൻസിന്റെ സ്റ്റെപ്പാന്ന് വിചാരിക്കും. ഡാൻസിന്റെ സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഡാൻസിന്റെ സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പൊ അടുത്ത ആൾ എന്ത് ചെയ്യണം? ബാക്കി എല്ലാവരും ഇങ്ങനെ നേരെ നിൽക്കായിരിക്കും. ഏറ്റവും അടുത്ത ആള് ആ ഒരു സ്റ്റെപ്പ് സൈമൺ സേസ് ഇന്നത് പറഞ്ഞു. അടുത്ത ആള് അത് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അടുത്ത ആള് ഒരു വേദം കൂടി കൂട്ടി പറയും. ജസ്റ്റ് ഞാൻ പറയാം, സൈമൺ സേസ് കാറ്റ്. നെക്സ്റ്റ് ആള് പറയും സൈമൺ സേസ് ഗ്രേ കാറ്റ്. നെക്സ്റ്റ് ആള് സൈമൺ സേസ് ഗ്രേ കാറ്റ് ഡ്രിങ്ക് മിൽക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർ പറയുമ്പോ ഓരോ വേർഡ് കൂടി നെക്സ്റ്റ് ആയിട്ട് അവസാനത്തെ ആള് പറയുമ്പോ ഒരു വലിയ സെന്റൻസ് ആയിട്ട് അത് മാറും. ഓക്കെ, അങ്ങനത്തെ ഗെയിമുകൾ കണ്ടിട്ടുണ്ടോ? കുട്ടികൾ കളിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. സമാധാനം. ഞാൻ ചില കുട്ടികളോട് പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവാറില്ല. അങ്ങനത്തെ ഗെയിമുകള് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. drawing the child concentration to various sounds in the environment and are all essential to develop the listening and speaking skills in children. നമ്മുടെ എൻവയോൺമെന്റ് ഒരുപാട് സൗണ്ടുകളുണ്ട്. ആ സൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് സൗണ്ടിന്റെ സിലിണ്ടേഴ്സ് കിട്ടും. നമുക്ക് മോണ്ടിസോറിയിലെ സൗണ്ട് ഇത് ചെയ്യാൻ വേണ്ടി സിലിണ്ടേഴ്സ് ഉണ്ട്. അതുവെച്ചാൽ ആ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് അതിന്റെ ഉള്ളിൽ ബീറ്റ്സ് ഇട്ടിട്ട് ബീറ്റ്സ് നമ്മൾ എന്ത് ചെയ്ത് നോക്കും, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ഒരു ബീറ്റ് ആണെങ്കിൽ ഒരു സൗണ്ട് ആയിരിക്കും, 2 ബീറ്റിന്റെ ആണെങ്കിൽ വേറൊരു സൗണ്ട് ആയിരിക്കും, 3 ബീറ്റ്സ് ആണ് മുത്തുകള് ബീറ്റ്സ് ഇട്ട് ഒരു ബീറ്റ്സ് ഇടുമ്പോ ഒരു വേറെ രീതിയിലേക്ക് അതിന്റെ സൗണ്ട്, അത് 2 ബീറ്റ്സ് ഇടുമ്പോ വേറെ ഒരു സൗണ്ട് വേറെ വ്യത്യാസം ഉണ്ടാവും. എന്റെ ഒരു കസിൻ ഇത് പഠിച്ചിട്ട് മോണ്ടിസോറിയിൽ ഇത് പഠിച്ചത് അവള് ചെയ്തതെന്ന് വെച്ചാൽ 10 രൂപയുടെ നമ്മുടെ ഫ്രൂട്ടിയുടെ ഒക്കെ കുപ്പി ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൽ ഒരു കുപ്പിയില് ഒരു പരിപ്പ്, മറ്റേ കുപ്പിയില് ചെറുപയർ, മറ്റൊരു കുപ്പിയിൽ പീസ് കടല, അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ സൗണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ബീറ്റ്സിന്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. മുത്തുകൾ നമുക്ക് കിട്ടുമല്ലോ, ഈ മഞ്ചാടിയ മുത്തുകളോ നമ്മളതിൽ ജസ്റ്റ് ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോ ചിലപ്പോ ഇപ്പൊ പറയില്ല കുപ്പി പോലത്തെ ഫ്രൂട്ടിയുടെ ഒക്കെ പോലത്തെ ചെറിയ കുപ്പികള്, അതേപോലത്തെയാണ് സിലിണ്ടർ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെറിയതായിരിക്കും, അതിന് ഓവ് ഉണ്ടാവും, ഇങ്ങനെ അടച്ചു വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളതിങ്ങനെ എന്ത് നോക്കും, കേൾക്കി നോക്കും. അപ്പൊ സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എത്ര ബീറ്റ്സ് ആണ് അതിലുള്ളതെന്ന് പറയാം. അപ്പൊ ചിലപ്പോ ഇപ്പൊ അവരുടെ എല്ലാ ബീറ്റ്സ് നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കും.
അപ്പൊ അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് മോണ്ടിസോറിയിൽ സ്മെല്ലിന്റെ ഉണ്ട്, അതേപോലെ ഒത്തിരി സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു പോർഷൻ വരുമ്പോൾ പറയാം. അപ്പൊ ഈ സൗണ്ടുകൾ, അതേപോലെ നമ്മുടെ എൻവയോൺമെന്റിൽ ഒരുപാട് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ കടലിന്റെ സൗണ്ട് ഇല്ലേ, തിരമാലകളുടെ സൗണ്ട്, പിന്നെ എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? പണ്ടല്ല തിരമാല സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശംഖ് എടുത്ത് വയ്ക്കാറില്ലേ? ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മുമ്പൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പറയുന്ന കേൾക്കാം, ചെവി ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് അമക്കുമ്പോഴും തുറക്കുമ്പോഴും ഇങ്ങനെ കാറ്റ് വീശുന്ന പോലെ കേൾക്കുന്നു. പിന്നെ ശംഖിന്റെ സൗണ്ട്, ശംഖ് എടുത്ത് ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാല് ഒരു സൗണ്ട്. പിന്നെ ബേർഡ്സിന്റെ സൗണ്ട്, ഒരുപാട് സൗണ്ടുകൾ നമ്മുടെ എൻവയോൺമെന്റിലുണ്ട്. ആ എൻവയോൺമെന്റ്, ആ സൗണ്ടുകൾ കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ഒരു ബേർഡാണ്, നമ്മൾ എന്ത് പറയാം? ക്രോ, കാക്കയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അത് കാക്കയാണ് എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം. കുയിലിന്റെ വേറൊരു സൗണ്ട് ആണ്. അപ്പൊ ഓരോ സൗണ്ട്, നമ്മൾ ഒത്തിരി സൗണ്ടുകൾ ഉണ്ട് നമ്മുടെ പ്രകൃതി. നമ്മളിപ്പോ നല്ല കാമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സമാധാനത്തോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. അത്യാവശ്യം പ്രകൃതിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒത്തിരി സൗണ്ടുകളൊക്കെ നമുക്ക് പ്രധാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന സൗണ്ട്, ചീവീടിന്റെ സൗണ്ട്, പിന്നെ മഴയൊക്കെ വരുന്ന സമയത്ത് ഉള്ള സൗണ്ടുകൾ, ഓക്കെ, ഇതെല്ലാം കുട്ടികളെ കൊണ്ട് എൻവയോൺമെന്റിലുള്ള സൗണ്ടുകൾ കുട്ടികളെ കൊണ്ട് കേൾക്കുകയും അത് അവരെ കൊണ്ട് ഒന്നിലേക്ക് പറയിപ്പിച്ച് നോക്കണോണ്ട് കുഴപ്പമൊന്നും ലിസൺ ചെയ്യിക്കാം, കേൾപ്പിക്കാം. നമ്മൾ കുയിലിന്റെ സൗണ്ട് ഇങ്ങനെയാണ്, തൂന്നാണ്, കുഴപ്പമില്ല, ആ സൗണ്ട് പഠിക്കല്ലേ. അങ്ങനെ ഉണ്ടാവും. Three reading skills includes recognizing alphabets, their phonetic sounds, and the capacity to move the eyes from left to right in the straight line. Okay. അപ്പൊ നമ്മൾ 3 റീഡിംഗ് സ്കിൽസിൽ വരുന്നതാണ് എന്ത്? ആൽഫബറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യാം. ആൽഫബറ്റ്സിനെ എന്ത് ചെയ്യാം? റെക്കഗ്നൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, അതേപോലെ തന്നെ ചാർട്ടിലൊക്കെ ആൽഫബറ്റ്സ് കാര്യങ്ങൾ കുറെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. അതേപോലെ നമ്മൾ എഴുതുമ്പോഴും നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ചെയ്യുന്നത്. സിലിണ്ടേഴ്സ് ആവട്ടെ, എന്തൊരു ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിൽ നിന്ന്, നോബലസ് സിലിണ്ടേഴ്സിന്റെ ഒക്കെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെപ്പോഴും നമ്മൾ മോണ്ടിസോറിയിൽ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. കാരണം അവർക്ക് സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കാര്യങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതേപോലെ റൈറ്റ് ചെയ്യുന്നതും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. നമ്മൾ റൈറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ലേ? ആരും ഇങ്ങോട്ട് റൈറ്റ് ചെയ്യുന്നില്ല, വേറെ ലാംഗ്വേജ് ഒക്കെ ഉണ്ട് നമ്മൾ, പക്ഷെ കൂടുതൽ രാഷ്ട്രം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. സോ ഇതൊന്ന് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാൻഡ് കോർഡിനേഷന് വേണ്ടിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട്. നമ്മുടെ വുമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഹാൻഡ് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ ഐ ഹാൻഡ് കോർഡിനേഷന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യണം. ആൽഫബറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ. ഇത് കാണിച്ചിട്ട് എ ആണ്. എയുടെ ഫോണറ്റിക് സൗണ്ട് ആർക്കെങ്കിലും അറിയോ? അവിടെ നിങ്ങൾ പഠിക്കണോട്ടോ. ഫോണറ്റിക് സൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ്. ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫോണറ്റിക്സിന്റെ യൂട്യൂബിൽ വീഡിയോസ് നടക്കുന്നുണ്ട്, ആ സൗണ്ടുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മള് കുട്ടികളെ പഠിപ്പിക്കുക ആപ്പിൾ, അതേപോലെ തന്നെ ആ ഒരു സൗണ്ട് പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികളെ ഏത് പഠിപ്പിക്കുന്നത് നല്ലത്? എന്ന് പഠിപ്പിക്കണേക്ക് നല്ലത്. അതേപോലെ ബീന് ബാന്ന് പഠിപ്പിക്കുന്നത് നല്ലത്. അങ്ങനത്തെ ഫോണറ്റിക് സൗണ്ടുകൾ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അത് റീഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വേർഡ് റീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. CAT ക്യാറ്റ് ആണോ? ക്യാറ്റ് ആണോ കൂടുതൽ പഠിക്കാൻ എളുപ്പം? നിങ്ങൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് തോന്നും, പക്ഷെ എന്നാലും അങ്ങനെ ഫോണറ്റിക് സൗണ്ട് വെച്ച് റീഡ് ചെയ്യിപ്പിക്കുന്നതാണ് എളുപ്പം. പിള്ളേരെ പഠിപ്പിക്കാൻ റീഡ് ചെയ്യിക്കാൻ പാട്. അല്ലെങ്കിൽ കുറെ വേർഡ്സ് അവർ കാണാതെ പഠിക്കുന്നു, അത് തന്നെ അവര് പറയുന്നു, അങ്ങനെ ശീലിക്കുന്നു. അങ്ങനെയാണ് കുറെ പേര് റീഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഫോണറ്റിക്സ് സൗണ്ട് വെച്ചിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അവർക്ക് വലിയ സെന്റൻസ്, വലിയ വേർഡുകളൊക്കെ ഈസി ആയിട്ട് അവർക്ക് ആ സൗണ്ടുകൾ വെച്ച് തന്നെ അവർക്കത് ജോയിൻ ചെയ്ത് അവർക്ക് ആ ഒരു വേർഡ് റെക്കഗ്നൈസ് ചെയ്യാനും പറയാനൊക്കെ. അപ്പോ
ഫോണിറ്റിക് സൗണ്ട് പഠിപ്പിക്കാം. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ഫോണിറ്റിക്സ് പഠിക്കാം. ഫോണിറ്റിക്സ് പഠിക്കാന്ന് പറഞ്ഞാല് ഒരു ആൽഫബറ്റ് സോങ് ഇല്ലേ, ഫോണിറ്റിക്സിലെ ആൽഫബറ്റ് സോങ് പഠിച്ചാൽ മതി. എല്ലാവരും ചെയ്യും അത്. ഓക്കെ, ആൽഫബറ്റ് സോങ് വെച്ച് പഠിച്ചോളാം കേട്ടോ. ഞാൻ ചിലപ്പോ വൈകിട്ടൊക്കെ ഞാനാ കാരണമെങ്കിൽ ഞാൻ ചിലപ്പോ ആൽഫബറ്റ് സോങ് ആയിരിക്കും നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ടൈം ഉണ്ട്, എക്സാം ഒക്കെ വരെയും സമയമുണ്ട്. ഒരു ഫോണിറ്റിക് സോങ് നല്ല ഫുള്ളായിട്ട് പഠിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ABCD സോങ് ഇല്ലേ, എഴുതിയില്ലേ? ഉണ്ട്. ഫോണിറ്റിക്സിന്റെ ഫോണിറ്റിക്സിന്റെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല. അപ്പൊ ഫോണിറ്റിക്സിന്റെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. പഠിക്കുക, എല്ലാവരും അത് പഠിക്കാം. ഓക്കെ, ആക്ടിവിറ്റിയില് മാം തന്നിട്ടുണ്ട് ഫോണിറ്റിക് സൗണ്ട് ചെയ്യാൻ. ആണല്ലേ? ഓക്കെ. അടുത്തത് എ ലവ് ഫോർ ബുക്സ് ആൻഡ് ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ. നമുക്ക് ഇങ്ങനെ നമ്മളെ റീഡിങ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്താലാണ് നമ്മൾ ബുക്കുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങാം. നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ സംഭവിക്കുന്നത്. നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ട്. അപ്പോ റൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ വരണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ആൽഫബറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ പറ്റണം. These can be developed through many activities with especially diverse materials. ഞാൻ ഒരുപാട് മെറ്റീരിയൽസിന്റെ പേര് പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ ഇതേപോലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. Variety of art and craft activities mentioned in the unit on motor development. Motor development ചാപ്റ്ററിൽ നിങ്ങൾ ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞു. ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നത്, കുട്ടികൾ ഡ്രോ ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഒരു എന്താ പറയാ ഈ ഭാഗത്തെ മസിൽസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എഴുതാനും റൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി ചെറുപ്പത്തിലെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. The development of speech, vocabulary, the length of the response are some of the important aspects of language improvement. നമ്മളുടെ സ്പീക്ക് ചെയ്യുന്ന സംസാരിക്കുന്ന വെക്കാബുലറിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ്, നമ്മളുടെ റെസ്പോൺസിലുള്ള ആ ഒരു ലെങ്ത്, ഇതെല്ലാം ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഭാഗമാണ്. ഞാൻ ആദ്യം ഇംഗ്ലീഷിന്റെ സമയത്ത് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ പറയും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഫുൾ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ പഠിച്ചത് ഒരു കോൺവെന്റ് പോലത്തെ ഒരു സ്കൂൾ, മഠത്തിലായിരുന്നു പഠിച്ചത്, കോൺവെന്റിലായിരുന്നു പഠിച്ചത്. അപ്പൊ അവിടെ ഭയങ്കര പേര് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ മിഷണറിയിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷില് കുറച്ചുകൂടി വെക്കാബുലറി വേണം, ഇംഗ്ലീഷിൽ കുറച്ചുകൂടി പ്രാവീണ്യം വേണം എന്നൊക്കെ നിർബന്ധമുള്ള ടീമാണ്. ഞാൻ പഠിച്ചത് മഠത്തിലായതുകൊണ്ട് ചെറുപ്പത്തില് ഒരു തേർഡ് ആണെന്ന് തോന്നുന്നു, തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ മുതൽ ഞങ്ങൾക്ക് ഫുൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും മലയാളത്തിൽ സംസാരിക്കുന്നതെന്ന് തോന്നണം മാത്സ് ക്ലാസ്സിൽ മലയാളത്തിൽ അതൊന്ന് പറഞ്ഞു തരാറുണ്ട്. വേറെ ഒന്നിലും പറയാറ് മലയാളം ക്ലാസ് ഒരിക്കലും വേറെ ഒന്നിലും എല്ലാത്തിലും ഇംഗ്ലീഷ് സംസാരിക്കാം. ഭയങ്കര സൈലൻസ് ആയിരിക്കും. പിള്ളേർ തമ്മിൽ സംസാരിക്കില്ല. കാരണം എന്താണ്, പിള്ളേർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും അത് ഇംഗ്ലീഷ് സംസാരിക്കണം. അത് ഇത്തിരി കുഴപ്പമില്ല. അന്ന് ഇത്തിരി സ്ട്രിക്റ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ നമ്മള് ഭയങ്കര ആക്ഷൻസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തം സംസാരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് നിങ്ങളോട് ക്ലിയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് മാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ മാം. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കും പറയുന്നത്. ദെൻ നിങ്ങൾ സംസാരിച്ച് വൊക്കാബുലറി എന്ത് ചെയ്യുള്ളൂ, ഇംപ്രൂവ് ആവുള്ളൂ. അപ്പോൾ കൂടുതൽ നിങ്ങൾ ആ വേർഡ്സുകൾ ക്യാച്ച് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ആദ്യം നമ്മുടെ റെസ്പോൺസ് ചെറുതായിരിക്കും. നോ, യെസ് അങ്ങനെയൊക്കെ റെസ്പോൺസ് ചെയ്യില്ല. നോ ഇറ്റ് ഇസ് ക്ലിയർ മാം, അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞു തുടങ്ങും. എന്താ റെസ്പോൺസിന്റെ ലെങ്ത് നോക്കിയിട്ട് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണെന്ന് പറയാം. അപ്പോ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എവിടെ പോയാലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കും, പിടിച്ചു നിൽക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ലാംഗ്വേജ് എന്ത് ചെയ്യും, ലാംഗ്വേജ് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾക്ക് ഏറ്റവും പാടുള്ള ലാംഗ്വേജ് ആണ് മലയാളം. മലയാളം പഠിക്കുന്ന ആൾക്കാർക്കാണ് ബാക്കി ലാംഗ്വേജ് പഠിക്കാൻ ഈസിയാണ് എന്ന്. ഓക്കെ, vocabulary of the children at the beginning is too limited. കുട്ടികളുടെ vocabulary ഞാൻ പറഞ്ഞില്ലേ വളരെ ലിമിറ്റഡ് ആണ്. There is a continuous increase in the amount of one's vocabulary during the childhood. കുട്ടികളുടെ ചൈൽഡ്ഹുഡിലെ vocabulary കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അവർ 3 വയസ്സാകുമ്പോഴേക്കും 900 വേർഡ്സ് പഠിക്കുന്നു. അത് 6 ഇയേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും
12,000 to 14,000 വേർഡ്സ് അവരുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാണ്. നമ്മളാണ് കുട്ടികൾ ഓരോ വേർഡ്സുകൾ അല്ലെങ്കിൽ ന്യൂ വേർഡ്സുകൾ കണ്ടെത്തിയും അതിൻ്റെതാണ് അർത്ഥം എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ടീച്ചേഴ്സിനുണ്ട്. അപ്പൊ വേർഡ്സുകൾ പഠിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർഡ്സ് കാർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കളേഴ്സ് ആണ് നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളിപ്പോ ഫോണിന്റെ ഒക്കെ ടാപ്പ് ഇത് നമുക്ക് ഈ ഫോണിന്റെ ഒക്കെ ഇത്രയും പോകുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതിൽ റെഡ് കളറിൽ എന്ത് ചെയ്യുക? കളർ ഒട്ടിക്കുക. റെഡ് എഴുതാൻ റെഡ് കളറാണ്. ബ്ലൂ കളർ. ഓക്കെ, അങ്ങനെ കളർ പഠിപ്പിക്കാൻ പറ്റും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ കാർഡുകൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർഡ്സുകൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Okay. The maintenance of the past and the addition of the new word is one's vocabulary may continue even in the period of old days, reliant upon their reading habit and interest. എപ്പോഴാണ് നമ്മളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവുന്നത്? നമ്മുടെ വൊക്കാബുലറി കൂടാൻ വേണ്ടി നമുക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും? നമ്മളുടെ കുട്ടികളുടെ വൊക്കാബുലറി കൂടാൻ വേണ്ടിയിട്ട് എന്ത് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും? റീഡിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ റീഡ് ചെയ്യുക. നമ്മൾ ആദ്യം നമുക്ക് പഠിക്കുന്ന സമയത്ത് ചിലപ്പോ അത്രയും റീഡിങ് സ്കിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നാണ് വന്നത്. ഇംഗ്ലീഷ് മീഡിയം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ എനിക്ക് ഒന്ന് 8th കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്, സ്റ്റേറ്റിലേക്ക് വന്നത്. നമ്മള് നോർമൽ സ്കൂളിൽ സ്റ്റേറ്റിലേക്ക് വന്നത്, ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നത്, സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നത് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്. സോ എന്റെ മലയാളം എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിരുന്നു. എനിക്ക് മലയാളത്തിൽ വീക്കായിരുന്നു. അപ്പൊ 8th വന്നപ്പോ എന്റെ ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികൾക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അവർക്ക് എന്താ അറിയാം? മലയാളം എഴുതാൻ അറിയാം. എനിക്ക് പക്ഷെ അറിഞ്ഞൂടാ. അപ്പൊ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ഗീത എന്ന് പറയുന്ന മിസ്സാണ്. ആളുടെ ഭയങ്കര കമ്പനിയാണ്. പക്ഷെ മിസ്സിന്റെ സബ്ജക്റ്റ് ആണ് മലയാളം. ഞാൻ അതിനാണ് ഏറ്റവും മാർക്ക് കുറവ് വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മൾ ചീത്തി വഴക്കൊന്നും പറയില്ല, കാരണം മിസ്സിന് അറിയാന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെയാണ് പഠിച്ചു വന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മാർക്ക് കുറവ്. പക്ഷെ എനിക്ക് എപ്പോഴും ജസ്റ്റ് ക്ലാസ് 5 ആയിരിക്കുള്ളൂ 8th മിസ്സിന്റെ സബ്ജക്റ്റിനെ കിട്ടാറ്. അപ്പം മിസ്സിന് എന്നോട് കാര്യങ്ങൾ പറയും, സംസാരിക്കും. മിസ് എന്നോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, നീ ഡയറി എഴുതും. മലയാളമല്ലേ ഏറ്റവും ടഫ്, ഈ മലയാളത്തിൽ നീ ഡയറി എഴുതി തുടങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മിസ് എനിക്ക് മലയാളം എഴുതാനാണ്, ഞാൻ എഴുതി കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി. അപ്പൊ നീ ഒന്ന് എഴുതി നോക്ക്, നീ എല്ലാ ദിവസത്തെ കാര്യങ്ങളും നിന്റെ ഓൺ വേർഡ്സിൽ ഡയറിയിൽ എഴുത് എന്ന് പറഞ്ഞു. ഞാൻ എഴുതാൻ തുടങ്ങി, ഡയറി എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മിസ് എനിക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ബുക്ക്, ലൈബ്രറിയിൽ ബുക്ക് എടുത്തരും. ലൈബ്രറിയുടെ ഫുൾ കസ്റ്റോഡി മിസ്സിനാണ്, ഗീതാ മിസ്സിനാണ്. അപ്പൊ മിസ് എനിക്ക് ബുക്കുകൾ തരും. ആദ്യം എനിക്ക് തന്ന ബുക്കുകൾ ചെറിയ ബുക്കുകളാണ്, കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന ചെറിയ നോവലുകളാണ് തന്നത്. എനിക്കൊന്നൊരു 50-100 പേജസിലുള്ള ചെറിയ ബുക്കുകളാണ് തന്നത്. അപ്പൊ അത് റീഡ് ചെയ്യാം. ഫ്രൈഡേ ആണ് തോന്നുന്നത്, അതാ ഞാൻ ഫ്രൈഡേ കൊണ്ടുകൊടുക്കും, പുതിയ ബുക്ക് എടുക്കും. അങ്ങനെ അപ്പൊ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ റീഡിങ് തുടങ്ങിയത്. റീഡിങ്ങിലൂടെയാണ് ഞാൻ ഈ മലയാളത്തിന്റെ ലാംഗ്വേജ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ള പ്രശ്നങ്ങളായിരുന്നു മാറ്റി എന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് റീഡിംഗ് ആണ്. റീഡിംഗ് പോലെ തന്നെ എന്റെ മിസ്സും ഉണ്ട്, എന്റെ ഗീതാ മിസ് കൂടിയാണ്. ഞാൻ വിളിക്കുന്നത് ഗീതാ മിസ് എന്നല്ല, കൂട്ടുകാരി മിസ് എന്നാണ് വിളിക്കുന്നത്. കൂട്ടുകാരി മിസ് എന്ന് വിളിക്കാം. അപ്പൊ മിസ്സാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ 10th ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മലയാളം ഫസ്റ്റിനും സെക്കൻഡിന് മാത്രമായിരുന്നു പിന്നെ ഗീതാ മിസ്. ഫസ്റ്റിന് വേറൊരു മിസ്സാണ് വന്നത്. എന്നാലും ഫസ്റ്റിന് എനിക്ക് എയും സെക്കൻഡിന് എനിക്ക് A+ ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഞാൻ ഫെയിൽ ആകും എന്ന് വിചാരിച്ച സബ്ജക്ട്, കാരണം ബാക്കി എല്ലാ കുട്ടികളും സ്റ്റേറ്റിൽ പഠിച്ചുകൊണ്ട് അവർക്ക് മലയാളം ഏകദേശം ധാരണയുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ഇതായതുകൊണ്ട് തന്നെ അത്ര മലയാളത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പം ഈ റീഡിങ്ങിലൂടെയാണ് ഞാൻ ഈ ഒരു എന്താ പറയാ ലാംഗ്വേജില് കുറച്ചും കൂടെ അടുത്തറിഞ്ഞത്. മിസ് ഇങ്ങനെ ഇംപ്രൂവ് ചെയ്തിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പൊ ആ ലൈബ്രറിയിലായിരുന്നു മെമ്പർഷിപ്പ്. ഒരുപാട് ബുക്ക് റീഡ് ചെയ്തിട്ടുണ്ട്. ബിഹേവിയറിൽ ഒരുപാട് മാറ്റം വരുത്തും. എനിക്ക് ഒത്തിരി ചേഞ്ചസ് എന്ന് വെച്ചാൽ എനിക്ക് ചില ഓതേഴ്സിന്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. റീഡ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ കുറെ നാളായിട്ട് ഇല്ല കേട്ടോ, എന്നാലും എനിക്ക് ടൈം കിട്ടാണെങ്കിൽ എനിക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ടൈം കിട്ടുന്നില്ല. ചിലപ്പോ ഞാൻ എന്റെ ഭക്ഷണം പോലും കഴിക്കാനിരുന്ന് വായിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആടുജീവിതം എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ടുള്ളത്, ആടുജീവിതം. അപ്പൊ അതൊക്കെ മറ്റേ റൊമാൻറ്റിക് ആയിട്ടുള്ള നോവലല്ലേ, ഞാൻ നോക്കി. പക്ഷെ ഞാൻ ബുക്ക് എടുത്ത് നോക്കിയൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് അതൊന്നും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നില്ല.
അപ്പൊ ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള മാം വായിക്കണം. റൊമാൻറ്റിക് അല്ല. ഞാൻ കണ്ടാണ് ഇങ്ങനെ ബുക്ക് സ്റ്റോളിൽ വെച്ച് കണ്ടാണ് ആ ബുക്ക്. പിന്നെ ഞാൻ ഫൈനലി ആയിരിക്കും വിചാരിച്ച ഒട്ടത് വെച്ചത്. അത് റൊമാൻറ്റിക് എന്ന് നമ്മൾ വിചാരിക്കെങ്കിലും ഒരിക്കലും അത് റൊമാൻറ്റിക് അവര് ഏരിയ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും റൊമാൻറ്റിക് അല്ല. നമ്മള് ലാസ്റ്റ് ആവുമ്പോ നമ്മുടെ ഒരു ഇതേ മാറിപ്പോവും. പിന്നെ ആ ഒരു മൈൻഡായി പോകും. അത്ര ഇനി ഞാൻ പറയണ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ സിനിമ കണ്ടവർ വായിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പക്ഷേ ഇല്ലേ ആടുജീവിതം എന്ന് പറയുന്ന ബുക്ക് വായിക്കണം. ഞാനില്ലേ അത് ഒരു 3 ദിവസം കൊണ്ട് അത് വായിച്ചത്. അതൊരു എക്സ്പീരിയൻസ് ഇല്ല. ഞങ്ങൾ ആടുജീവിതം വായിച്ചപ്പോ ഉറങ്ങേ വരെ ചെയ്യാതെ വായിച്ചു തീർത്ത ബുക്കാണത്. അത് വായിച്ചു തുടങ്ങിയാ പിന്നെ നിർത്താനും തോന്നൂല. ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം നെക്സ്റ്റ് എന്താണ് രക്ഷപ്പെടോ അങ്ങനെയുള്ള ഒരു ചിന്ത. അത് കുഞ്ഞിലെ വായിച്ചത്, ചെറുപ്പത്തില് വായിച്ചതാ. ഒരു 10th +1 പഠിക്കുമ്പോൾ അത് വായിച്ച് വെച്ച് ഇത്രയും ഹിറ്റായിപ്പോ ഒരു ബുക്ക് വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്യുമ്പോ പ്രൊജക്ട് വരെ അതായിരുന്നു. ഓക്കെ, മലയാളം വരുന്ന ഇംഗ്ലീഷ്. ആടുജീവിതത്തിൽ നമ്മളും എല്ലാം കാണുന്നതായിട്ട് തോന്നും, നമ്മളും കൂടെ നടക്കുന്നതായിട്ടും എല്ലാം നമുക്ക് തോന്നും. ഫീൽ ചെയ്യും. ഓക്കേടാ. അതേപോലെ തന്നെ അതിൽ ഒരു നമ്മൾ അവസാനം ആ ടെസ്റ്റിലേക്ക് ഒരു ക്ലിയർ ആവുമ്പോ ഭയങ്കര രസമാണ്. അതിൽ ഹിഡൻ ആയിട്ടുള്ള ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ എന്താ പറയാ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മാധവിക്കുട്ടിയുടെ കഥ ഭയങ്കര ഇഷ്ടമാണ്, ആമയുടെ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്, അത് വായിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് റീഡിങ്ങിലൂടെയാണ് നമുക്ക് എന്ത് വരുന്നത്, ലാംഗ്വേജിൽ കുറച്ചും കൂടി വെക്കാബുലറിയും അതേപോലെ സ്പീച്ചും കുറച്ചും കൂടി ഇംപ്രൂവ് ആവുന്നത് റീഡിങ്ങിലൂടെയാണ്. നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കും ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാറുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് റീഡ് ചെയ്യണം. ഓക്കെ. In addition to change in vocabulary and speech, the pattern of reaction also changes with age. അപ്പൊ നമ്മളുടെ റിയാക്ഷൻ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വന്നാലൊക്കെ പെട്ടെന്ന് ഇത് കരയും. ഇത് നമ്മൾ റീഡ് ചെയ്യുന്നതിലൂടെയും വൊക്കാബുലറിയിലൂടെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ, നമുക്ക് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനായിട്ട് റീഡിംഗ് എന്ന് പറയുന്ന എന്താ പറയാ ഒരു ആക്ടിവിറ്റി നമ്മളിൽ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെയാണ്. നിങ്ങൾ മാക്സിമം റീഡ് ചെയ്യാൻ നോക്കുക, ബുക്കുകൾ മാക്സിമം എടുക്കുക, റീഡ് ചെയ്യുക, ലൈബ്രറിയിൽ നിന്നൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. റീഡിങ് പറഞ്ഞാൽ നല്ലൊരു ഹാബിറ്റ് ആണ്. പിന്നെ നമുക്കില്ലേ, നമുക്ക് ഏതൊരു ഏജിലും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് റീഡിങ്. നമ്മൾ സ്കിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയൊരു എന്താ പറയാ, ഒരു കഥ വായിക്കുമ്പോൾ നല്ലൊരു അത് ഇപ്പൊ ഫോണിന്റെ യൂസേജിന്റെ സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് റീഡിങ്ങിൽ കിട്ടും. നിങ്ങൾ ശ്രമിച്ചോ പോകണ്ട. നമ്മളെപ്പോഴും ഇങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് എല്ലാവരും അങ്ങനെയല്ലേ, ഞാനടക്കം. പക്ഷെ ഞാനിപ്പോ റീഡ് ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വിചാരിച്ചു വെക്കേഷൻ ആകുമ്പോൾ ടൈം ഒത്തിരി കിട്ടുമല്ലോ, ക്ലാസ്സുകൾ കുറയുമല്ലോ, അല്ലെ അധികം ക്ലാസ് ഉണ്ടാവില്ല, അപ്പൊ റീഡ് ചെയ്യാം, ബുക്ക് റീഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ റീഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മള് മാക്സിമം റീഡിങ്ങിന് വേണ്ടി സമയം കണ്ടെത്താം. ഓക്കെ. ഫോൺ യൂസേജ് കുറയ്ക്കാനായിട്ട് റീഡിങ് നല്ലൊരു കാര്യമാണ്. പിന്നെ ഫോണിൽ ഞാൻ റീഡ് ചെയ്യാറുണ്ട്, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ അങ്ങനെ റീഡ് ചെയ്യാറുണ്ട്. എനിക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ടെസ്റ്റ് ആണ് കേട്ടോ. ആരാണ് MP60 ആരാ ഇവിടെ വന്നിരിക്കണേ? ഫാത്തിമ. MP60 ഇങ്ങോട്ട് വന്നേ. അത് MT6 ആവുമ്പോഴേക്ക് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കുട്ടിനെ വെച്ചിട്ട് അത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോ ഞാൻ ഈ മാറി. ലാംഗ്വേജിന്റെ വല്ല പ്രശ്നമാണോ? അല്ല, എനിക്ക് എന്താ വെച്ചാല് ക്ലാസ് കേറുന്നതേ കറക്റ്റ് ആയിട്ട് കേറാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ കുറെ ബാക്കിലായി പോവാ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മാറിയതാ. നല്ല ബാച്ചാണ്. ഫ്രണ്ട്സ് ഒക്കെ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണോട്ടോ ആളെ. ഓക്കെ. നല്ല ടീമാണ് ഇവര്, സെറ്റ് ആക്കിക്കോളൂ. ഓക്കേടാ. അപ്പൊ ഇതില് വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങാനും ഉണ്ടെങ്കിൽ ഇന്നൊന്ന് ആഡ് ചെയ്യോ? നമ്പർ അയച്ചു കൊടുത്താൽ മതി, അവരത് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പുതിയ നമ്പർ ഇരിക്കുകയാണ് ഫാത്തിമ.
ഫാത്തിമ സാറ. ഓക്കേടാ. അപ്പൊ നല്ല ബാച്ചാണ്. എനിക്ക് തോന്നുന്നു MT പോർഷൻസ് ഒത്തിരി കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ മന്തോട് കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ എമൗണ്ട് മാറിയതുകൊണ്ട് കുഴപ്പമില്ല. ഈ പോർഷൻസ് ഒക്കെ ഞാൻ ഫസ്റ്റ് എടുത്ത യൂണിറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ടുള്ളത്. ആണോ? കേടാ. എനിക്ക് തോന്നുന്നു മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് ഞാനൊന്ന് റിവിഷന്റെ സമയത്തൊക്കെ ഒന്ന് കയറണം കേട്ടോ. മാക്സിമം ക്ലിയർ ആയിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. സൈൻ ഇൻ, സൈൻ ഔട്ട്, അതേപോലെ തന്നെ തോട്ട് ഓഫ് ദ ഡേ, പിന്നെന്താണ് പ്രയർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെ? നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഡേ ഫാത്തിമയ്ക്ക് അസൈൻ ചെയ്ത് കൊടുത്തു, ആള് ചെയ്തോളൂ കേട്ടോ. സൈൻ ഇനോ സൈൻ ഔട്ട് ഒക്കെ. ഓക്കെ മിസ്സേ, ഞാൻ മറ്റേതില് പറഞ്ഞപ്പോ ഈ കളേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതില് ഞാൻ എന്റെ കുട്ടിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡിന്റെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആണോ? കളർ ബോക്സിന് പകരം, കളറിംഗ് ബോക്സിന് പകരം. കളേഴ്സ് മാത്രല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഷേപ്പുകൾ പഠിപ്പിക്കാം, പിന്നെ ഓരോ ഒബ്ജക്ട്സ്, അങ്ങനത്തെ എല്ലാം പഠിപ്പിക്കുന്ന ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. കാർഡുകളാണോ? ഒരു കാർഡ്സ് അത് ഇടുന്ന ഒരു സാധനമുണ്ട്. ഓക്കേടാ, മനസ്സിലായിട്ടാ. അത് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ടീച്ചിങ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് ചെയ്യണമല്ലോ, പെർമിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ സമ്മതിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡൊക്കെയാണ്. ഇന്നാരും സൈൻ ഔട്ട് പറയുന്നേ? ഞാൻ പറയാം. The good man is the friend of all living things. Thank you, ma'am. Thank you so much for your wonderful class. ആക്ച്വലി എനിക്ക് മനസ്സിലായില്ലടാ. എന്താ മാം? ക്ലിയർ ആയില്ല. The good man is the friend of all living things. Yeah, ma'am. മനസ്സിലായിട്ടാ. Good man, Mahatma Gandhi. Thank you all. ക്ലാസ് വൈൻഡപ്പാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ലാംഗ്വേജ് വരെ റീഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. താങ്ക് യു ഓൾ. Thank you, ma'am.